വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ നമ്മുടെ ബാങ്കോക്ക് ട്രിപ്പിൻ്റെ 6ാമത്തെ ദിവസത്തിലാണ്. സോ ബാങ്കോക്ക് ഇത് സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഗ്രാൻഡ് പാലസ് ഫസ്റ്റ് ടൈം പോയി കാണാനാണ്. പക്ഷേ ഗ്രാൻഡ് പാലസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഗ്രൂപ്പുകൾക്കാണ് ഇപ്പം എൻട്രി ഫസ്റ്റ്. സോ നമ്മളപ്പോൾ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു തായ്ലൻഡിലെ തനതായ ഇവരുടെ ഒരു ജീവിതശൈലിയുണ്ട്. ഈ പുഴകളിലും അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ വീടുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഫ്ലോട്ടിംഗ്, അതെ, ബോട്ട് റൈഡാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അല്ല, പക്ഷേ അതിനകത്ത് മാർക്കറ്റ്സും ഉണ്ട്. പക്ഷേ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അത് ബിൽട്ടപ്പ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇത് അത്രയും അല്ല. നമുക്ക് ബാക്ക് പോയ ശേഷം നമുക്ക് വീഡിയോ കാണാം. നമ്മളിത് ബോട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ ഇത് കണ്ടോ, ഒരു അമ്പലം പോലുള്ളൊരു, ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് അറിയില്ല, അമ്പലം പോലുള്ളൊരിതുണ്ട്. ഇതേ ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളങ്ങനെ ബോട്ടിൽ കയറി കാണാൻ പറ്റില്ല, നല്ല ആഴമുള്ള പുഴയാണ്. ഷിപ്പല്ല, അതായത് ഷിപ്പിനുള്ള സൈസുള്ള ഇറക്കി വലിച്ചുകൊണ്ട് പോകുന്ന സാധനം ഭയങ്കര, നമ്മുടെ ട്രെയിൻ പോലെ 4 ബോഗിയൊക്കെ വലിയ സാധനം. അത്യാവശ്യം ഒഴുക്കുള്ളൊരു പുഴയാണോ ഈ സംഭവം കണ്ടോ? ഇത് ഈ ബോഗികൾ പോലെ കണ്ടോ, 3 കമ്പാർട്ട്മെൻറ്റുള്ള, 4 കമ്പാർട്ട്മെൻറ്റുള്ളൊരു സാധനം. ഇതെന്താ സംഭവം എന്ന് അറിയാൻ പറ്റില്ല. ചരക്ക് വലിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ അടുത്തൂടെ നമ്മുടെ പോലത്തെ വേറൊരു ബോട്ട്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, കുശലം പറയുന്നു. ഇതായിരുന്നു ആ പാർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ബോട്ട് ഭയങ്കരമായിട്ട് ആടിയില്ല. നമ്മുടെ അടുത്തേക്ക് കൂടി വലിയൊരു ബോട്ട് പോകുന്നുണ്ട്. പിടിച്ചിരുന്നോ? അമ്പലമൊക്കെ അല്ലേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രങ്തോങ് ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന് അടിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രൊണൗൺസ് ചെയ്തേ. ഏതാ? ട്രങ്തോങ് ബ്രിഡ്ജ്. ഇവരുടെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ കൂടി അവരെ സ്റ്റോപ്പിൽ നിർത്തി കുറേ പേരെ കയറ്റി. നമ്മൾ വന്ന പോലെ തന്നെ ആള് റിട്ടേൺ കൊണ്ടുപോകുന്നുണ്ട്. വേറെ ഡയറക്ഷനിലേക്ക് പോകും. നമ്മളോട് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടാൻ പറഞ്ഞു. സെന്ററിൽ ഇരിക്കാത്തതുകൊണ്ട് എല്ലാവരും ചീത്ത പറയുന്നുണ്ട് അല്ലേ. പിന്നെ ബോട്ടിന്റെ സ്പീഡും കൂടിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് മേത്തോട്ട് നിറയ്ക്കുന്നുണ്ട്. വലിയ പുഴയിൽ നിന്ന് കൈവരിയിലോട്ട് ഇവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞത് അറിയില്ല. അവരിവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഷട്ടർ ഉണ്ട്, അത് അടച്ചിട്ടൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടത്. ഇതൊരു ചെറിയ വഴിയിലേക്ക് പോകണം. ഇവിടെ നമ്മുടെ പനാമ കനാലൊക്കെ പോലെയുള്ള സംഭവം, അതായത് വെള്ളം കയറ്റി ഇറക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇവിടെ ഒരു ഷട്ടറുണ്ട്. അതേപോലെ തന്നെ അവിടെ പുറകിൽ വേറൊരു ഷട്ടറുണ്ട്. അവിടെ വലിയ പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് തള്ളി കയറിയിട്ട് അത് ലെവൽ ചെയ്യുന്നതാണ് അവരിത്. കണ്ടോ? ഇപ്പം ഞങ്ങൾ വന്നതിനായതും കുറച്ചുകൂടെ വെള്ളം ഇതിനകത്തേക്ക് കയറിയായിരുന്നു. ഇപ്പം അടിപൊളി സെറ്റപ്പ് കേട്ടോ. നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കിടക്കണം. കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തതിന് ശേഷം ഇത് ഇനി ഇപ്പുറത്ത് ഓണാക്കും. ഓണല്ല, ഓപ്പണാക്കും. അപ്പുറത്തെ സൈഡിലുണ്ടല്ലോ വീടുകൾ. 2 സൈഡിലും വീടുകളുണ്ട്. ഇപ്പൊ ഭയങ്കരമായിട്ട് വെള്ളം കയറും. ഇവരുടെ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറൂല അല്ലേ?
കണ്ട ആൾക്കാർ അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടിരുന്നുണ്ട്. ആൾക്കാരെ കാണാം നമുക്ക്. അടിയൊക്കെ ദ്രവിച്ചു പോയിട്ടോ. 15 അടിയില്ല. അടി അത് വിട്ടുപോയി ഓൾറെഡി. അതാണ് നമ്മുടെ ബോൾഗാട്ടി പാലസോ അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോലെ. നമുക്ക് ഫാൻ ഉണ്ടല്ലോ, ചൂട് എടുക്കണില്ലല്ലോ അല്ലേ? കണ്ടോ കുറേ സാധനങ്ങളൊക്കെ. താങ്ക് യു. You sit over there, diver. Over there. Okay? ഭംഗിയുള്ള സ്ഥലങ്ങളും ഉണ്ടല്ലേ? ഇങ്ങനെ കാണാട്ടോ പോകുന്ന വഴിയിൽ. അതാണിത്. കാറ്റോട് കിടി എല്ലാവർക്കും. ആർട്ടിസ്റ്റ് ഹൗസ് BBK ബാങ്കോക്ക് എന്നായിരിക്കും. ആർട്ടിസ്റ്റ് ഓഫ് ഹൗസ് ബാങ്കോക്ക്. ചിന്ന കടവാണ്. കടവാണ് വളരെ. ഞങ്ങളിവിടെ അടുത്ത ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ സൈഡിൽ 3 ഞങ്ങളുടെ പോലത്തെ കുഞ്ഞു ബോട്ടുകൾ വന്ന് നിർത്തിയിട്ടുണ്ട്. അതെ, അവിടെ ഫുൾ എൻജോയ്മെൻ്റ് ആണ് അമ്മച്ചിമാരെല്ലാവരും. അത് തുറന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരോ ബോട്ടുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ടാണ് ഏറ്റവും ലാസ്റ്റ് പോകുന്നത്. എന്താ വെള്ളം തെറിച്ചോ? വായിച്ചു പഠിക്കട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് പീറ്റർ സ്റ്റോൺ. അടിച്ചോ? Gently.
വിനോദൻ അതൊക്കെ ചെരുപ്പൂരി ബാഗിനകത്ത് ഇടണമായിരുന്നു. കയറുകയാണ്. പ്ലീസ് റിട്ടേൺ ബാക്ക്. നോട്ട് ഫിയർ ഹാറ്റ് ഫിയർ ഓഫ് പിക്ക് പോക്കറ്റ്. ഇതിൻ്റെ ഉള്ളിലും സംഭവം ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. ആയിരിക്കാം. അതെന്താ ഇത്? ഫുഡ് കൂടുതൽ നിക്കടി ഡിഷ് എന്താ? സാൽമൺ ഡീപ് ഫ്രൈ ചെയ്തതും പിന്നെ ഷ്രിമ്പ്, അതായത് മറ്റേ ചെമ്മീൻ ഫ്രൈഡ് റൈസ്, ചെമ്മീൻ്റെ പ്യൂരി വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ്. ചെമ്മീൻ അങ്ങനെ ഇട്ടേക്കല്ല, അത് പ്യൂരി ആക്കിയിട്ട് അതിനകത്തേക്ക് കാണത്തുണ്ടാവില്ല. ഇത് പാൽ ബീഫ് കറി വെച്ചത് റൈസ് വിത്ത് റൈസ്. രാത്രി ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിൽ ഇറങ്ങി. പ്ലാറ്റിനം മാളിലാണ് ഷോപ്പിങ്ങിന് വന്നേക്കുന്നത്. കേട്ട് പരിചയമുള്ളതാണ്, അറിയില്ല. പ്ലാറ്റിനം മാളിൽ ഇത് കുറവാണ്, റേറ്റ് കുറവാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അകത്ത് ചെന്നിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നല്ലേ. പോയിട്ട് വരാം. നമ്മളിത് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ ഡ്രൈ ചെയ്തതാണ്. മാംഗോ സ്റ്റിക്കി റൈസ് വരെ ഇവിടെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഡ്രൈഡ് മാംഗോ സ്റ്റിക്കി റൈസ്, അതുപോലെ തന്നെ ഡ്യൂലിയം വന്നിട്ട് ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ മാംഗോ, സ്ട്രോബെറി, പിന്നെ വെജിറ്റബിൾസും മാംഗോ മിക്സ് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ടെസ്റ്റർ തരും. ടെസ്റ്റർ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ എടുത്ത് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങിച്ചു. അതിനും ഇവിടെ കുറച്ച് റേറ്റ് കുറവുണ്ട്. നമ്മൾ എന്താ ബ്രാൻഡുകളുടെ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾ ലോറയലിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതിന് ഞാൻ UK നിന്ന് വാങ്ങിച്ചതിനേക്കാളും ഇവിടെ നല്ല റേറ്റ് കുറവെന്ന് വെച്ചാൽ ഹാഫിലും കൂടുതൽ റേറ്റ് കുറവുണ്ട്. ഞാനൊരു 33 പൗണ്ടിന് വാങ്ങിച്ച ഒരു സിറം എനിക്കിവിടെ നിന്ന് ഒരു പൗണ്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 പൗണ്ട് അതിലും കിട്ടി. 33 2 പൗണ്ട് നമുക്കുള്ള ഡിഫറൻസ് അത്രയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾക്കൊക്കെ വിലക്കുറവ് കാണുന്നുണ്ട്. ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് കറങ്ങി നടക്കട്ടെ, എന്നിട്ട് നോക്കാം. നമ്മളിതേ ഒരു ബാഗ് വാങ്ങിച്ചു. സാധനങ്ങൾ ഇട്ടുണ്ടാവും, ബാഗ് വേണമല്ലോ. ഇങ്ങോട്ട് വന്നപ്പോൾ 7 kg ലഗേജ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ലഗേജ് കുറച്ച് കൂട്ടിയെടുത്തു. അപ്പോൾ ഒരു ബാഗും കൂടി വാങ്ങിച്ചു. ബാഗ് പച്ച, വിനോദൻ്റെ ഡ്രസ്സ് പച്ച, എല്ലാം പച്ച.